ഒരു അഭിപ്രായം മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്. വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായമാണ് നമുക്ക് ഏറ്റവും വലുത്. വർക്ക് എങ്ങനെയും നമുക്ക് ചെയ്യാം, പക്ഷേ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആ വീട്ടുകാർ സന്തോഷത്തോടെ പറയുന്ന ഓരോ വാക്കുകളുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത്. അതാണ് നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ വിജയം ആണ്. മാന്നാർ, തിരുവല്ല മാന്നാറാണ് നമ്മുടെ ഒരു ചെറിയൊരു സൈറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ആയുഷ് ഹോംസിൻ്റെ സൈറ്റാണ് കേട്ടോ. ആയുഷ് ഹോംസിൻ്റെ ബിൽഡേഴ്സിൻ്റെ സൈറ്റാണ്. പുതിയ വിളയുള്ള ആയുഷ് ഹോംസിൻ്റെ ഒരു മാന്നാറുള്ള സൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെറിയ രീതിയിലുള്ള ഒരു TV സ്റ്റാൻഡ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓപ്പൺ സ്റ്റാൻഡ് വുഡിലാണ് നമ്മൾ ഓപ്പൺ സ്റ്റാൻഡും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ TV വെക്കാൻ വേണ്ടി നമ്മൾ മാർബിൾ ഷേഡിലുള്ള ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ 3 ഡോറായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. സൈഡിൽ 2 ഷീറ്റ് ഇട്ടാണ് നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മളിവിടെ ഒരു പാർട്ടീഷൻ വർക്ക്, ഹാൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം സ്പേസ് ഇല്ലാത്തത് കാരണം നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ ടോപ്പിൽ ചെയ്തിട്ടുണ്ട് വർക്ക്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു പാർട്ടീഷൻ്റെ ചെറിയൊരു ബോക്സ് പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഏറ്റവും എടുത്തു പറയേണ്ട പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാളിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറാണ്. അപ്പോൾ വാഷ് കൗണ്ടർ നമ്മൾ നോർമൽ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ വീതി കൂടുതലായിട്ടൊരു 4 ഡോറായിട്ടാണ് നമ്മൾ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ 4 ഡോറുണ്ട്. അതുപോലെ തന്നെ വാളിൽ നമ്മൾ പാനൽ ചെയ്ത്, അതുപോലെ തന്നെ മുകളിൽ ചെറിയ ഒരു വാട്ടിൻ്റെ വീതമുള്ള 4 ലൈറ്റും കാര്യങ്ങളും മിററും ഒക്കെ വെച്ച് അത്യാവശ്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനകത്തോട്ട് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ആ കബോർഡും കൂടെ ഒന്ന് കാണാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു 4 ഡോറായിട്ടുള്ളൊരു കബോർഡാണ് റൂമിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഡോറിനകത്ത് നമ്മൾ ഇതിനകത്ത് മൊത്തത്തിൽ നമ്മൾ തട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ തട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൈറ്റുകളിലെല്ലാം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള തട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ സ്ക്വയർ ട്യൂബിലല്ല, അത്യാവശ്യം ഹെവി സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് നമ്മൾ 1 ഇഞ്ച്, നോർമൽ എല്ലാവരും 1 ഇഞ്ച് സ്ക്വയർ ട്യൂബിൽ തട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ 1.25 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഹെവി മെറ്റീരിയൽ ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഡബിൾ സൈഡ് ഷീറ്റാണ് നമ്മൾ കബോർഡിനകത്ത് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ സൈഡ് ഷീറ്റ് ഫുള്ള് തട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ 2 ഡോറുണ്ട്. ആ 2 ഡോറിനകത്തായിട്ട് നമ്മൾ ഇവിടെ ഷർട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം. താഴെ നമ്മളൊരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുള്ള് നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. എല്ലാം ഡബിൾ സൈഡ് ഷീറ്റാണ്. നമുക്കിതിനകത്ത് അലുമിനിയം ഫ്രെയിമുകളോ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ സൈഡിലും നമ്മൾ ഫുള്ള് അലുമിനിയം എല്ലാം മറിച്ച് ഫുള്ള് ഡബിൾ സൈഡ് ഷീറ്റ് ഉപയോഗിച്ചുള്ള വർക്കാണ് നമ്മൾ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കിച്ചണുണ്ട്. ആ കിച്ചൺ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ചെറിയൊരു കിച്ചൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നമ്മളൊരു കട്ട്ലറി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ താഴെ നമ്മൾ ഒരു പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ബോട്ടിൽ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ടോപ്പിലും നമ്മൾ അത്യാവശ്യം തട്ടുമൊക്കെ കൊടുത്തിട്ട് ഇതുണ്ടോ, തട്ടുമൊക്കെ കൊടുത്തിട്ട് സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ അടിയിൽ പ്രൊഫൈലായിട്ടും വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് സ്പേസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കളറുകളെല്ലാം നമ്മളെപ്പോഴും എല്ലാ സൈറ്റിലും കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന കളറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു കോപ്പറിൻ്റെ ഗോൾഡൻ കോപ്പർ വരുന്ന രീതിയിലുള്ളൊരു കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വർക്കുകൾക്ക് ഉണ്ട്. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയൊരു സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ തിരുവല്ല മാന്നാറാണ്. അപ്പോൾ മാന്നാർ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ അമ്മയുടെ അഭിപ്രായം നമ്മുടെ വർക്കിനെ പറ്റി എന്താണ് നമുക്ക് അമ്മയോടൊന്ന് ചോദിച്ചറിയാം. അമ്മ, ഞങ്ങളുടെ വർക്കിനെ പറ്റി എന്താ ഒരു അഭിപ്രായം മൊത്തത്തിൽ? നല്ല അഭിപ്രായമാണ്. വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് സമയം വെച്ചിട്ട് കുറവായിപ്പോയി അല്ലേ? അത് നമ്മൾ പ്രകൃതിയുടെ അനുസരിച്ച് സമയം വെച്ചിട്ട് കുറവായിപ്പോയി. എങ്കിലും ഞങ്ങൾ രാത്രിയിലൊക്കെ നിന്ന് വർക്ക് നല്ല മനോഹരമായി ചെയ്തു തന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായമാണ് നമുക്ക് ഏറ്റവും വലുത്. വർക്ക് എങ്ങനെയും നമുക്ക് ചെയ്യാം, പക്ഷേ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആ വീട്ടുകാർ സന്തോഷത്തോടെ പറയുന്ന ഓരോ വാക്കുകളുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത്. അതാണ് നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സൈറ്റിൽ കാണാം.